ഫോർമുല തുടരുമോ എന്ന ചോദ്യത്തിന് ഫോർമുലകൾ മാറി മറിയാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഈ നിലമ്പൂരിൽ ആരുടെ അജണ്ടയാണ് പ്രചാരണത്തിലുടനീളം കണ്ടത് എന്ന് നോക്കിയാൽ CPM-ന്റെ അജണ്ടയാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമി ഒരു വലിയ ഫോഴ്സാണെന്നും ആ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ എന്നുള്ളത് അവരുടെ സഖ്യമാണ് എന്ന രൂപത്തിലും UDF അങ്ങനെ ഒരു സഖ്യത്തിലേക്ക് പോയി എന്ന രൂപത്തിലും അത് അവതരിപ്പിക്കുമ്പോൾ രണ്ട് തരത്തിലാണ് അത് ഉപയോഗിക്കാൻ ശ്രമിച്ചത്. അതുവഴി ഭൂരിപക്ഷ വോട്ട് കിട്ടുന്നു, അതുവഴി ക്രിസ്ത്യൻ വോട്ട് കിട്ടുന്നു, അതുവഴി മുസ്ലിം ന്യൂനപക്ഷത്തിൽ ഭിന്നതയുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഈ രൂപത്തിലാണ് അത് പ്രയോഗിക്കാൻ CPM ശ്രമിച്ചത്. പക്ഷേ അത് പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ഇതിപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്നിവിടെ പറയുമ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമി, ഈ വെൽഫെയർ പാർട്ടി പാലക്കാട് തിരഞ്ഞെടുപ്പിൽ UDF-നെ പിന്തുണച്ചിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും UDF-നെ പിന്തുണച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും പറയാത്ത കാര്യം നിലമ്പൂരിൽ പ്രയോഗിക്കുന്നത്, പാലക്കാട് അത് SDPA എന്ന രൂപത്തിലാണ് പറഞ്ഞത്, ഇപ്പോഴത് വെൽഫെയർ പാർട്ടി എന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്നതിൽ ഒരു അടിസ്ഥാനവുമില്ല എന്നതാണ്. കാരണം ഇതേ പിന്തുണ CPM പല ഘട്ടങ്ങളിലായി സ്വീകരിച്ചതിൻ്റെയും അങ്ങനെ തമ്മിൽ കാണുന്നതിൽ എന്താണ് കുഴപ്പമെന്നും എന്തിനാണ് തലവഴി മുടിയിട്ടില്ലല്ലോ അവർ കാണാൻ വരുന്നതെന്നും പിണറായി വിജയൻ അടക്കം പറഞ്ഞിട്ടുള്ള പ്രതികരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ വെൽഫെയർ പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പ് ജമാഅത്തെ ഇസ്ലാമി 2019 അവരുടെ ഭരണഘടന മാറ്റി എഴുതിയിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന ശരീഅത്ത് എന്ന് വെച്ചാൽ നീതി എന്ന അർത്ഥത്തിലേക്ക് മാറ്റിക്കൊണ്ട് ശരീഅത്ത് നടപ്പാക്കുക എന്നുള്ളതല്ല, നീതി നടപ്പാക്കുക എന്ന വ്യാഖ്യാനത്തിലേക്കാക്കി അവർ ആ ഭരണഘടന മാറ്റി. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരാദ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല, ഈ ഭരണവുമായി ഒന്നും ചേർന്ന് പോകില്ല, വോട്ട് ചെയ്യില്ല എന്നൊക്കെ നിലപാടിൽ നിന്നും മാറിക്കൊണ്ട് പുതിയ സംവിധാനത്തിലേക്ക്, അതായത് ജനാധിപത്യ സംവിധാനത്തിലെ രീതികളിലേക്ക് എല്ലാവരിലേക്കും എത്തിച്ചേരാനുള്ള ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് അവർ ഈ ഭരണഘടന മാറ്റി എഴുതിയത് 2019 ഈ ഭരണഘടന മാറ്റി എഴുതുന്നതിന് മുമ്പ് ഈ പറയുന്ന മതരാഷ്ട്രവാദം അവർ ഉന്നയിച്ചിരുന്ന ഘട്ടത്തിൽ അവർ പിന്തുണച്ചിരുന്നത് LDF-നെയാണ്. ആ പിന്തുണ സ്വീകരിക്കുമ്പോൾ അപ്പോൾ CPM-ന് ഈ മതരാഷ്ട്രവാദികൾ അപകടകാരികളായിരുന്നില്ല. അപ്പോൾ തുലോം തുച്ഛമായ ഒരു ന്യൂനപക്ഷ വിഭാഗത്തെ വലിയ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് കേരളം പോലെ ഈ എല്ലാവരും ഒരുമിച്ച് കഴിയുന്ന ഒരു സ്ഥലത്ത് അവരൊരു വലിയ ഭീകര സംവിധാനമാണെന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്നത് എന്ത് ലക്ഷ്യമിട്ടാണ്? അത് യഥാർത്ഥത്തിൽ ആരെയാണ് സഹായിക്കുക? CPM അത് എങ്ങനെയാണ് ഇക്വേറ്റ് ചെയ്യാൻ നോക്കുന്നത്? മുസ്ലിം ലീഗ്, SDPA, വെൽഫെയർ പാർട്ടി ഇതെല്ലാം ഒന്ന് എന്ന രൂപത്തിലാണ് അതിനെ അവതരിപ്പിക്കുന്നത്. എത്ര അപകടകരമായ കാര്യമാണത്. മുസ്ലിം ലീഗിൽ മുസ്ലിം ഇല്ലേ എന്ന് പോലും ഇന്ന് CPM നേതാവ് എൻ്റെ ചർച്ചയിൽ പറയുകയാണ്. മുസ്ലിം ന്യൂനപക്ഷത്തിന് വേണ്ടി തന്നെ പ്രവർത്തിക്കുന്നതാണ് മുസ്ലിം ലീഗ്, അതിൽ ഒരു രഹസ്യവുമില്ല. അപ്പോൾ അവരെപ്പോഴാണ് വർഗീയ നിലപാടത്തിൽ, നേരത്തെ ശ്രീ ആൻഡ്രൂ ചൂണ്ടിയും കാണിച്ചുള്ള ഒരു ഘട്ടത്തിൽ പോലും എപ്പോഴും സെക്യുലർ ഫാബ്രിക് തകരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ലീഗ് ഈ മുസ്ലിം ന്യൂനപക്ഷത്തെ ചേർത്ത് പിടിക്കുകയും നമ്മളിപ്പോൾ ഒരക്ഷരം പ്രതികരിക്കരുത് എന്ന് പറയുകയും വളരെ കൃത്യമായ പക്വമായ നിലപാടെടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ മാറാട് കലാപത്തിലടക്കം അത് കണ്ടിട്ടുള്ളതാണ്, അയോധ്യ സംഭവത്തിലടക്കം കണ്ടിട്ടുള്ളതാണ്. ലീഗിൽ നിന്ന് അത്തരം ഒരു പ്രതികരണം ഒരു ഘട്ടത്തിലും വന്നിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ ഇക്വേറ്റ് ചെയ്തു പോവുകയാണ് പല ഘട്ടങ്ങളിലെ ചില പ്രതികരണങ്ങളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് വെൽഫെയർ പാർട്ടി പറയുന്നു, ഞങ്ങളിതാ ഇത്തവണ UDF-നെ പിന്തുണയ്ക്കും, നേരത്തെയും പിന്തുണച്ചതാണ്, ഇത്തവണ പിന്തുണ പറഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവ് പിന്തുണ സ്വീകരിക്കുന്നു എന്ന് പറയുന്നു. നേരത്തെ പോലെ മതരാഷ്ട്രവാദം ഇപ്പോൾ പറയുന്നില്ലല്ലോ എന്ന് പറയുന്നു. ഉടനെ അതിൽ പിടിച്ചുകൊണ്ട് കയറുകയാണ്. മറ്റൊന്നും ഇവിടെയില്ല, ഇവിടെ ഭരണവിരുദ്ധ വികാരമില്ല, ഇവിടെ വർഗീയത നടമാടുകയാണ്, ഇവിടെ വലിയ രീതിയിൽ ന്യൂനപക്ഷ വർഗീയത കേരളത്തിലുണ്ടോ യഥാർത്ഥത്തിൽ? അത് ആരിലാണ് ഭീതി സൃഷ്ടിക്കുന്നത്? അതുകൊണ്ടുണ്ടാകുന്ന ഫലം എന്താണ്? അത് യഥാർത്ഥത്തിൽ ആരെയാണ് സഹായിക്കുന്നത്? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമല്ലേ വലിയ രീതിയിൽ BJP-യിലേക്ക് CPM-ന് കിട്ടിയിരുന്ന ഹിന്ദു വോട്ടുകൾ പോകാൻ തുടങ്ങി, അവരുടെ വോട്ടിംഗ് ശതമാനം വല്ലാതെ വർദ്ധിക്കുന്നു എന്ന തിരിച്ചറിവിലാണ് തിരിച്ചുള്ള ഫോർമുല ഒരു തരത്തിലും അത് വിസ്തീരിക്കാൻ പോലും നിൽക്കാതെ വളരെ വേഗം തന്നെ തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതെല്ലാം തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തിരിച്ചിട്ടുകൊണ്ട് അത് കൃത്യമായി വിസ്തീരിക്കാൻ പോലും പറ്റാതെ ഇവിടെ ഒരു വല്ലാതെ ന്യൂനപക്ഷ വർഗീയതയുടെ വിളയാട്ടമുണ്ട് എന്ന് പറയുമ്പോൾ അതുവഴി ഹിന്ദു വോട്ടുകൾ ലക്ഷ്യമിടുമ്പോൾ യഥാർത്ഥത്തിൽ നിലമ്പൂരിൽ ആ വോട്ട് കിട്ടിയോ? ഇല്ല. സ്വരാജിന് ആരാ വോട്ട് ചെയ്ത്? കിട്ടിയില്ലെങ്കിൽ പിന്നെ സ്വരാജിന് മുഴുവൻ ഹിന്ദു വോട്ടുകൾ ഒഴിയോ? വെള്ളാപ്പള്ളി പറഞ്ഞതുപോലെ എല്ലാ ഹിന്ദു വോട്ടുകളും. സ്വരാജിന് ഹിന്ദു വോട്ടുകൾ കിട്ടിയില്ലെങ്കിൽ 66,000 ഇല്ല, ഹിന്ദു വോട്ടുകൾ എന്നുള്ളതല്ല, അത് അവരുടെ അടിസ്ഥാനപരമായ വോട്ടാണ് എന്ന് തന്നെയാണ്. ഇടതുപക്ഷക്കാരിൽ ഹിന്ദുക്കളും ഉണ്ട് മാഡം. അല്ല, അങ്ങനെയല്ല, ആ രൂപത്തിലല്ല കാണേണ്ടത്. പാർട്ടി വോട്ട് വേറെ, കേഡർ വോട്ട് വേറെ. ഈ പറയുന്ന ഹിന്ദു വോട്ടുകൾ മുഴുവൻ ലഭിക്കാനാവുന്ന ഫോർമുല അവിടെ ഉപയോഗിച്ചിട്ട് അത് അവിടെ ഗുണം ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് അപകടകരമായ രീതിയിൽ കേരളം മുഴുവൻ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് വലിയ ദോഷം ചെയ്യുമെന്നുള്ളതാണ്. ഇനി UDF-മായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന വെൽഫെയർ പാർട്ടി ഇപ്പോൾ അവർ നമ്മുടെ ഈ വാർത്ത കൊടുത്തതിന് ശേഷം അവരത് നിഷേധിച്ചുകൊണ്ടുള്ള പ്രതികരണമൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ പറയാത്ത കാര്യങ്ങളെ നമ്മൾ അവതരിപ്പിച്ചു എന്ന രീതിയിൽ, അതായത് ഞങ്ങളിപ്പോൾ പിന്തുണയെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്ന രീതിയിൽ ചില പ്രതികരണം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വെൽഫെയർ പാർട്ടി നേതാക്കൾ നടത്തുന്നുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നാളെ ഇപ്പോൾ അത് അവർ ചിലപ്പോൾ നിഷേധിക്കും, ഞങ്ങളിതിപ്പോൾ തീരുമാനിച്ചിട്ടില്ല എന്ന രൂപത്തിലായിരിക്കും നാളെ പറയുക.
എന്തായാലും അത് ഈ പറഞ്ഞതുപോലെ പരസ്യമായി ഇത് പറയുന്നത് ലീഗിനെ സംബന്ധിച്ചും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ പിന്തുണ എന്നതിനെ സഖ്യമാക്കി അവതരിപ്പിക്കുകയാണല്ലോ CPM ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ ഇതിനിങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. പിന്തുണ പറഞ്ഞാൽ തള്ളണ്ടേ മേഡം? പിന്തുണ തള്ളേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ജനാധിപത്യ ഇലക്ഷനാണ് പറയുന്നത്. ഇലക്ഷനാണ് പറയുന്നത്. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ പിന്തുണ തുടരുമെന്നാണ് പറയുന്നത്. അല്ലാതെ എന്ത് പിന്തുണ? ജനാധിപത്യ സംവിധാനത്തിന്റെ അകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പിന്തുണ എന്ന് പറഞ്ഞാൽ ഇലക്ഷനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാതെ എന്ത് പിന്തുണയാ? പക്ഷെ അത് സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അതെന്തിനാ സ്വീകരിക്കാൻ? അല്ലല്ല, ഞാൻ പറയുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ ഏത് നിലപാട്, ഏത് ആദർശം മുന്നിൽ നിൽക്കുന്നവർക്കും ഏത് ആദർശം കൊണ്ട് നടക്കുന്നവർക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇന്ന ആൾക്കാരെയാണ് പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതെന്ന് പറയാനുള്ള അധികാരമുണ്ടല്ലോ, അവകാശമുണ്ടല്ലോ. അവർക്ക് ചെയ്തുകൂടെ? അങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ മാത്രം അതിലും അപകടകാരികൾ ഇവിടെ ഉണ്ടെന്നേ. ഭൂരിപക്ഷ വർഗീയത പറയുന്നവർ ഇവിടെയുണ്ട്. അവരോട് നിശബ്ദരാവുകയും ന്യൂനപക്ഷ വർഗീയതയാണ് ഏറ്റവും വലിയ ഭീതിതമായ സാഹചര്യം ഇവിടെ സൃഷ്ടിക്കുന്നതെന്ന് പറയുന്നതിന് പിന്നിൽ ഒരു ദുഷ്ടലാക്കുണ്ട്. ആ ദുഷ്ടലാക്ക് ഇവിടുത്തെ നിലമ്പൂരിലെ ജനത തിരിച്ചറിഞ്ഞു. അവിടെ എല്ലാവരും ഒരുമിച്ച് കഴിയുന്നവരാണ്. യഥാർത്ഥത്തിലുള്ളത് പ്രശ്നം എന്താണ്? യഥാർത്ഥത്തിൽ പ്രശ്നം അവിടെ ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയം അവിടെ വലിയ പ്രശ്നം തന്നെയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കേരളത്തിലെ 60 മണ്ഡലങ്ങളെയും ബാധിക്കുന്ന വിഷയമാണ്. അത് ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും ഇത് വലിയ വിഷയം തന്നെയാകും. അതിനപ്പുറമുള്ള ചില കാര്യങ്ങൾ കൂടി, ചില ഘടകങ്ങൾ കൂടി ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ VD സതീശൻ്റെ ഒരു അഭിമുഖത്തിൽ പറയുന്നു 100 സീറ്റാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ മുന്നണി വിപുലീകരിക്കുമെന്ന് പറയും. അതാണ് ഞാൻ പറയുന്നത്, ഈ ഫോർമുല മാറുമെന്ന്. മുന്നണി വിപുലീകരിക്കുമെന്നുള്ള കാര്യത്തിൽ അവർക്ക് വലിയ ആത്മവിശ്വാസമുണ്ട്. ആ രൂപത്തിലേക്ക് ചർച്ചകൾ പോകുമെന്നുള്ള കാര്യത്തിൽ ആത്മവിശ്വാസമുണ്ട്. ഇപ്പോൾ നേരത്തെ UDFിൽ നിന്ന് പോയി LDFിലേക്ക് പോയവരടക്കം തിരിച്ചു വരാനുള്ള സാഹചര്യം ഒരുപക്ഷെ ഉണ്ടെന്ന് അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാകും. അങ്ങനെയാകുമ്പോൾ അത് മുന്നണി വിപുലീകരണത്തിലേക്ക് പോകുമെന്നാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ PV അൻവറുമായി ബന്ധപ്പെട്ട് ഇന്ന് VD സതീശൻ പറയുന്നത് PV അൻവർ വിലപേശൽ രാഷ്ട്രീയമായി വന്നതുകൊണ്ടാണ് തനിക്കെതിരെ തന്നെയാണ്, അദ്ദേഹത്തിനെതിരെ തന്നെയാണ് 9 തവണയെങ്കിലും വാർത്താ സമ്മേളനം നടത്തിയെന്ന് പറയുന്നു. ഒരു ഘട്ടത്തിൽ പോലും ഒരു നേതാക്കളും അതിനോട് പ്രതികരിച്ചിട്ടില്ല. ഞങ്ങൾ ആരും പ്രതികരിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ വിലപേശിക്കൊണ്ട് ഒരാൾക്കും ഒരു മുന്നണിയിലേക്കും വരാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് അദ്ദേഹം ഇവിടെ പറയുന്നു. പക്ഷേ ലീഗിനെ സംബന്ധിച്ച് PV അൻവർ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്, പ്രത്യേകിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം, ഈ പറഞ്ഞ വന്യജീവി ആക്രമണം എന്ന വിഷയം അതിലൂന്നിക്കൊണ്ട് അത് നിങ്ങൾ എന്നെ കൂട്ടുന്നില്ലെങ്കിൽ ഞാനൊരു 3ാം മുന്നണി ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ അദ്ദേഹം കർഷക സംഘടനകളുമായിട്ടൊക്കെ സഹകരിക്കാനുള്ള ആലോചനയാണ് നടക്കുന്നത്. ആ ആലോചന നടത്തുമ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 100 വോട്ടാണെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ. അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ ലീഗിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. മലബാറിൽ ആ രൂപത്തിൽ ആളുകളെ കൊണ്ടുവരാനുള്ള കഴിവ്, ആ തരത്തിൽ പിന്തുണ നേടാനുള്ള കഴിവ് PV അൻവറിനുണ്ട്. അദ്ദേഹം ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പിന്തുണയിൽ നിന്ന് അത് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വലിയ പ്രശ്നമാകും. ഇപ്പോൾ എന്തായാലും അടുത്ത ദിവസം രാഷ്ട്രീയകാര്യ സമിതി, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി ചേരാൻ പോകുന്നു. ആ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഇപ്പോൾ PV അൻവറുമായി ബന്ധപ്പെട്ട വിഷയം VD സതീശൻ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അത് കോൺഗ്രസിലെ ചില പ്രധാന നേതാക്കൾ ഉന്നയിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലീഗിൻ്റെ യോഗം അന്നേ ദിവസം തന്നെയുണ്ട്. ലീഗും ആ വിഷയത്തിൽ ഒരു ആലോചന നടത്തും. അതിനുശേഷം UDFിൽ അത് ചർച്ച ചെയ്യും. ഈ പറഞ്ഞ പോലെ VD സതീശനെ നിരായുധനാക്കിക്കൊണ്ടുള്ള തീരുമാനത്തിലേക്ക് പോകുമെന്നൊന്നുമില്ല. ഇതിൽ എന്തെങ്കിലും ഒരു ഫോർമുല ഉണ്ടാക്കും. അത് PV അൻവറിനെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തും എന്നുള്ള കാര്യമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ള സൂചന. അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവരെ സംബന്ധിച്ച് പ്രധാനമാണ്, ലീഗിനെ സംബന്ധിച്ച് പ്രധാനമാണ്. അതേപോലെ തന്നെയാണ് ലീഗിനെ സംബന്ധിച്ച് ഈ വെൽഫെയർ പാർട്ടി പിന്തുണ എന്ന് ആവർത്തിച്ച് പറയുന്നത് ലീഗിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സുന്നി വോട്ടുകൾ എന്നുള്ള പ്രധാനപ്പെട്ട വിഷയം. മുജാഹിദീൻ എന്നുള്ള വിഭാഗം, ഇവർക്കൊന്നും തന്നെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന ഒരു സഖ്യമായി അവർ വരുന്നു എന്നുള്ളത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. സഖ്യം എന്നൊരു വിഷയമേ അവിടെ ഉദിക്കുന്നില്ല, വോട്ട് ചെയ്തു പോകുന്നു എന്നുള്ള കാര്യമാണ്. അതിനെ ഇങ്ങനെ വലുതാക്കി പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പ്രചാരണമാക്കിയത് CPM ആണ്. അപ്പോൾ സെക്കുലർ ഫാബ്രിക്കും മതേതരത്വം എന്നുള്ള ആശയവും ഒന്നും CPMന് പ്രശ്നമല്ല. അപ്പോൾ അത് വോട്ട് കിട്ടാനുള്ളൊരു മാർഗം മാത്രം എന്ന രൂപത്തിലാണ് നിലമ്പൂരിൽ അത് പ്രവർത്തിച്ചത്. അത് കേരളം ഒന്നാകെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും ഉപയോഗിക്കുന്നത് വലിയ ദോഷം ചെയ്യുമെന്നുള്ളതാണ്. ഈ തരത്തിൽ ഭിന്നിപ്പിൻ്റെ പ്രതികരണങ്ങൾ വലിയ രൂപത്തിൽ വളരുമെന്നുള്ളതാണ്. അത് നല്ല ഒരു മുന്നോട്ട് പോക്കല്ല എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. UDFിനെ സംബന്ധിച്ച് ഇതിലിനി മറുപടി പറയാതിരിക്കുക എന്നുള്ളതാണ്. എന്തിനാണ് ഈ ജമാഅത്തെ ഇസ്ലാമി അവരെ ഒരു വഴിക്ക് പോയിക്കോട്ടെ, അവർ വോട്ട് ചെയ്തോട്ടെ എന്ന രൂപത്തിൽ അതിനെ കാണുകയല്ലാതെ അതിങ്ങനെ പറഞ്ഞു പോകുന്നതിൽ, അതിലിങ്ങനെ മറുപടി പറഞ്ഞു പോകുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരിക്കും എന്നുള്ളതാണ്. ഇത് ഈ പറയുന്ന മലപ്പുറത്തെ അല്ലെങ്കിൽ നിലമ്പൂരിലെ ഒരു സാഹചര്യമല്ല, കേരളമാകെയുള്ളത്. അത് അടുത്ത തിരഞ്ഞെടുപ്പാകുമ്പോഴേക്കും ഇതേ കാര്യങ്ങൾ തന്നെ പറയാനുള്ള CPMന് അവസരം ഒരുക്കാതിരിക്കുക എന്നുള്ളതാണ് ബുദ്ധിപൂർവമായ രാഷ്ട്രീയം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഫോർമുല എന്തായാലും മാറും. അത് വിപുലീകരിക്കപ്പെടുന്ന രൂപത്തിലേക്ക് പോകുമെന്നാണ് UDF പറയുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങൾ അവർ തുടങ്ങിയെന്നും പറയും. Meet the editors.